കേരളത്തെ സംബന്ധിക്കുന്ന പൊതുവിജ്ഞാന ചോദ്യോത്തരങ്ങൾ. CDS കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി ഏത് സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്? കുടുംബശ്രീ. കേരളത്തിലെ ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ് ജനഹിത പരിശോധന നടത്തിയത്? ഗുരുവായൂർ. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം 1895. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം? പെരിയാർ. കേരള സംസ്ഥാനത്തിന്റെ ആദ്യ ധനകാര്യമന്ത്രി C. അച്യുതമേനോൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദ ഗുരു. ഏറ്റവും കുറഞ്ഞ കാലയളവിൽ കേരളം ഭരിച്ച മുഖ്യമന്ത്രി? CH മുഹമ്മദ് കോയ. കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം ഏത് ജില്ലയിലാണ്? മലപ്പുറം. കേരളത്തിന്റെ സ്വന്തം കലാരൂപമായ കഥകളിയുടെ ആദ്യ രൂപം എന്തായിരുന്നു? രാമനാട്ടം. ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി? OM നമ്പ്യാർ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി? VP മേനോൻ. 1930 ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം? പയ്യന്നൂർ. കുട്ടനാട്ടിലെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പണി പൂർത്തിയായ വർഷം? 1955. കേരളത്തിൽ ആദ്യമായി പട്ടികവർഗ വനിതാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ച ജില്ല ഏത്? വയനാട്. കൊടുങ്ങല്ലൂർ പ്രാചീന കാലത്ത് ഒരു തുറമുഖ നഗരമായിരുന്നു. അതിൻ്റെ പേര് എന്ത്? മുസിരിസ്. ചവിട്ട് നാടകം എന്ന കലാരൂപം കേരളത്തിൽ എത്തിച്ചത് ആര്? പോർച്ചുഗീസുകാർ. 1921 ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം? ഒറ്റപ്പാലം, പാലക്കാട്. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ? മുഹമ്മദ് ഹബീബുള്ള. രാജീവ് ഗാന്ധി താപനിലയം കേരളത്തിൽ എവിടെയാണ്? കായംകുളം. AK ഗോപാലൻ പട്ടിണി ജാഥ നയിച്ചത് എവിടെ നിന്ന് എവിടേക്കാണ്? കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി? KM മാണി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല? ഇടുക്കി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് സന്ധി പ്രകാരമാണ്? ശ്രീരംഗപട്ടണം സന്ധി. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം? കൃഷ്ണപുരം കൊട്ടാരം, കായംകുളം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്? ഇടുക്കി. കേരള സിംഹം എന്നറിയപ്പെടുന്ന രാജാവ്? കേരളവർമ്മ പഴശ്ശിരാജ. കേരള ചരിത്രത്തിൽ തോമസ് കോട്ട എന്നറിയപ്പെട്ടിരുന്ന പറങ്കിക്കോട്ടയുടെ സ്ഥാനം എവിടെയാണ്? കൊല്ലം. കേന്ദ്ര കയർ ഗവേഷണ സ്ഥാപനം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കലവൂർ, ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത? NH 966V. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി AD 1500 കേരളത്തിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ? പെഡ്രോം അൽവാരിസ് കബ്രാൾ. കേരളത്തിൽ ആദ്യ സായാഹ്ന കോടതി സ്ഥാപിച്ചത് എവിടെ? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ച രാജാവ് ആര്? സ്വാതി തിരുനാൾ. കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം? കുളച്ചൽ യുദ്ധം. കേരള മലയാള സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരായിരുന്നു? K. ജയകുമാർ. കേരളത്തിൽ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപവൽക്കരിച്ച വർഷം? 1888 മാർച്ച് 30.
കർഷക ബന്ധ ബിൽ ഏത് ഗവൺമെന്റിന്റെ കാലത്തെ പരിഷ്കാരമായിരുന്നു? EMS. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി? വയനാട്. മുല്ലപ്പെരിയാർ തർക്ക പരിഹാരത്തിനുള്ള 5 അംഗ സമിതിയുടെ ചെയർമാൻ ആര്? ജസ്റ്റിസ് AS ആനന്ദ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവത്കൃത കളക്ടറേറ്റ്? പാലക്കാട്. കേരളത്തിലെ ആദ്യ ബാലഗ്രാമ പഞ്ചായത്ത്? നെടുമ്പാശ്ശേരി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ? പുന്നമടക്കായൽ. മലയാളത്തിൽ നിഘണ്ടു തയ്യാറാക്കിയ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ഏതു മിഷന്റെ പ്രവർത്തനവുമായാണ് ഇന്ത്യയിൽ എത്തിയത്? ബാസൽ മിഷൻ. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം? കുട്ടനാട്. If you like our videos, please subscribe to our channel and don't forget to hit the like button below. For more question and answers, visit our website www.keralapscgk.com.